മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് അതിരപ്പള്ളിയിൽ എത്തും. ആനയെ എത്തിച്ച് ചികിത്സ നൽകേണ്ട കോടനാട്ടെ അഭയാരണ്യത്തിൽ അരുൺ സക്കറിയയും സംഘവും പരിശോധന നടത്തും. വയനാട്ടിൽ നിന്നും കുങ്കി ആനകളെയും സ്ഥലത്ത് എത്തിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എത്തരത്തിലായിരിക്കും നടപടിക്രമങ്ങളൊക്കെ? അരുൺ സക്കറിയ എപ്പോഴേക്കുമായിരിക്കും എത്തിച്ചേരുക? സംഗീത, ഡോക്ടർ അരുൺ സക്കറിയയും വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘവും എറണാകുളത്തെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ IB ഓഫീസിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി എത്തിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടി ഈ ദൗത്യ സംഘത്തിന്റെ ആദ്യ നീക്കം കോടനാട്, എറണാകുളം ജില്ലയിലെ കോടനാടുള്ള വനംവകുപ്പിന്റെ തന്നെ അഭയാരണ്യം, ആനകളെയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനും ചികിത്സ നൽകുന്നതിനുമായി വനംവകുപ്പിന് കീഴിൽ ഒരുക്കിയിരിക്കുന്ന അഭയാരണ്യത്തിലെ ആനക്കൂട് പരിശോധിക്കുക എന്നുള്ളതാണ്. നേരത്തെ അടുത്ത കാലത്തൊന്നും ഇവിടെ ആനകളെ എത്തിച്ച് ചികിത്സ നൽകുകയോ ആനക്കൂട്ടിൽ ആനകളെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടിന് ബലക്ഷയമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നത്. ഈ കൂടിൻ്റെ ഒരു പരിശോധിച്ച് അവിടെ ആനയെ താമസിപ്പിച്ച് ചികിത്സ നൽകാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ സംഘത്തിൻ്റെ ആദ്യ ദൗത്യം. അവരത് രാവിലെ 8 മണിയോടുകൂടി കോടനാട്ടുള്ള അഭയാരണ്യത്തിലെത്തി ആ കാര്യങ്ങളിൽ പരിശോധന നടത്തും. ഈ പരിശോധനയ്ക്ക് ശേഷം ബലക്ഷയം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തുടർ നടപടികളിലേക്ക് കടക്കും. തൃശ്ശൂർ ഈ കൂട് അതിന് ബലപ്പെടുത്തുന്നതിനായി മൂന്നാറിൽ നിന്നും യൂക്കാലി മരങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ കൂട് ബലപ്പെടുത്തുന്ന, ഈ കൂടിൻ്റെ കഴകൾ ബലപ്പെടുത്തുന്ന ജോലികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകും. അങ്ങനെയെങ്കിൽ ഈ കൂട് ബലപ്പെടുത്തിയതിന് ശേഷമാകും ആനയെ പിടികൂടാനും മറ്റു കാര്യങ്ങളിലേക്ക് ദൗത്യസംഘം കടക്കുക. ഇന്ന് കൂട് പരിശോധിച്ചതിന് ശേഷം 10 മണിയോടുകൂടി ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ആതിരപ്പള്ളിയിലെത്തും. നേരത്തെ മുറിവേറ്റ കൊമ്പനെ വനംവകുപ്പ് തുടർച്ചയായ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. ഡോക്ടർ കൂടി എത്തിയതിനു ശേഷം ആനയെ പരിശോധിക്കും. ആനയുടെ നിലവിലെ സാഹചര്യം, ആരോഗ്യാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ദൗത്യം ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം തീരുമാനിക്കുക. 2 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഇതിനു മുന്നിലുള്ളത്. ആനയ്ക്ക് നിലവിലെ ആരോഗ്യാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മസ്തകത്തിലെ മുറിവ് കൂടുതൽ അണുബാധയുണ്ടായി മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആന ആഹാരം കഴിക്കാൻ പോലും ചിലപ്പോൾ മടി കാട്ടുന്നുണ്ട് എന്നുള്ളത് പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആനയെ പിടികൂടുന്നതിനും ചികിത്സിക്കുന്നതിനുമായിട്ടുള്ള വെല്ലുവിളികൾ ഏറെയാണ്. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്, കഴിഞ്ഞ 24-നാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി മരുന്ന് പുരട്ടി ചികിത്സ നൽകിയത്. അതിനുശേഷം ഇന്നിപ്പോൾ 21 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. ഈ 21 ദിവസത്തിനുള്ളിൽ ആനയ്ക്ക് 2ാമത്തെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ ആരോഗ്യാവസ്ഥയും ജീവൻ തന്നെ ഒരുപക്ഷെ അപകടത്തിലാകാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇത്തരത്തിൽ 2ാമതൊരു മാസം തികയുന്നതിന് മുൻപ് അടുത്ത മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദമായി വെറ്റിനറി ഡോക്ടർമാരടങ്ങുക വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധനയുണ്ടാകും. ഇത് സംബന്ധിച്ച കൂടിയാലോചനകളുണ്ടാകും. ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായെങ്കിൽ കൂടിന് ബലമുണ്ടെങ്കിൽ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയാണ് ഉള്ളതെങ്കിൽ വയനാട്ടിൽ നിന്നും മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. ലെവിൻ കെ വിജയനായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്.